എന്റെ പൊന്നുമോൻകുട്ടന് എന്താ വേണ്ടേ? ഉണ്ണിമധുരം വേണോ, ഉണ്ണിയപ്പം വേണോ, അതോ പട്ടാളത്തിൽ ചേരണോ? ഓ വേണ്ട ചേച്ചി ദേ ആളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഞാനൊക്കെ പറഞ്ഞ വാക്ക് പറഞ്ഞ വാക്കാ. മിലിറ്ററി എന്തിനാ ചേച്ചി എന്നെ വിളിപ്പിച്ചേ? ഓ ചുമ്മാ അതെ ഇതെന്താണ് വേറെ ഉറക്കത്തിന് വിളിച്ചു കൊടുത്തിട്ട് കളിയാക്കാതെ ചോറ് വിളമ്പ് ചേച്ചി. ചോറോ? ചോറെന്ന് പറഞ്ഞ കാര്യം വിളമ്പാൻ. അല്ല എനിക്കങ്ങ് വയ്യ. അത്യാവശ്യം എന്ന് പറഞ്ഞ എന്നെ പിടിച്ചു നിലത്ത് എടുത്ത് അത് ചാടിപ്പിച്ചതല്ലേ? അതൊക്കെ ശരിയാ. അപ്പോഴങ്ങനെ തോന്നി. ഇപ്പൊ ഉണ്ണിയെ കണ്ടപ്പോ മിഴുങ്ങാനും വയ്യ ഛർദിക്കാനും വയ്യാത്ത പരുവായല്ലോ ദൈവം. വിഴുങ്ങണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് ഛർദിച്ചോ. എനിക്ക് കളിക്കാതെ കാര്യം പറയാ ചേച്ചി. ഒന്നും അറിയാത്ത പോലെ. സത്യം പറ, ഉണ്ണി കുഞ്ഞറിഞ്ഞില്ല. അറിഞ്ഞു തേങ്ങാക്കൊല. എന്റെ ഉണ്ണി നീങ്ങി വന്നേ, ഇതൊന്നും ശരിയാവില്ല. അത് ശരി. ഉരുളി കമത്തിയതും തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ ആയില്ല. അയ്യോ എനിക്ക് മേലെ പറയാം. പറയണ്ട, ആംഗ്യം കാണിച്ചാ മതി. ഇതിന്റെ ഇടയിൽ മിലിറ്ററിക്കാരൻ എപ്പോഴാ വന്നേ? ചേച്ചിക്കല്ലോ പിന്നെ ആർക്കാ? ചേട്ടത്തിയമ്മയ്ക്ക്. അയ്യോ എന്റെ ദൈവമേ. അയ്യോ പാവം, ഇതിന് തന്നെയാടാ. ഒന്ന് ചുമ്മാ ഇരിടോ എന്റെ ഉണ്ണി കുഞ്ഞേ. ദൈവമേ ഞാൻ എങ്ങനെ. അമ്മയ്ക്കല്ലേ അങ്ങ് ഇരിക്കപ്പെടുത്തിയില്ലായിരുന്നു, ഇപ്പൊ സമാധാനമല്ലോ. എന്റെ ഉണ്ണി കുഞ്ഞേ, ഈ മനംപുരട്ടലും ഛർദിലും ഒക്കെ ആർക്കാന്നറിയാവോ? ദേവ ചേച്ചിക്കാ. അതേന്ന് ദേവ ചേച്ചിക്ക്. ദേവക ചേച്ചിക്ക് ആ ഗർഭം അത് വല്ല ഗ്യാസ് ദഹനക്കടോ മറ്റോ ആയിരിക്കും. എന്ത് പറഞ്ഞാലും ഗർഭം ഗർഭം ഗർഭം. എന്റെ കുഞ്ഞിനാണ് സത്യം. അയ്യോ അപ്പൊ അത് നേരെവോ? ഒരു വീണ്ടും വിചാരമില്ലാതെ ഈ പ്രായത്തില് ഇനി ഞാൻ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഓ ഇയാൾ ആളുകളുടെ മുഖത്തൊന്നും നോക്കണ്ട. നാണക്കേട്. ഇതിലൊക്കെ എന്താ ഇത്ര നാണക്കേട്? അവർക്ക് 90 10 ആയിട്ടില്ലല്ലോ. ഈശ്വരൻ കൊടുത്താ കൈനീട്ട് വാങ്ങിക്കല്ലാതെ എന്തോ ചെയ്യും? അതെ, തള്ളക്ക് പിള്ളയെ കൊടുക്കുന്ന ഈശ്വരനല്ലോ ഈശ്വര പിള്ളച്ചേട്ടൻ. ഡേ നീയൊക്കെ തലയിൽ മുണ്ടിട്ട് നടന്നോ? ഒരു പെൺകുഞ്ഞും കൂടി വേണോന്ന് ഈശ്വരള്ളമ്മാവൻ എന്നേ ആഗ്രഹിച്ചാന്നറിയോ? ഈശ്വരള്ളമ്മാവൻ പണ്ടേ ഒരു വാശിക്കാരനാ. ദേ ഇത് പെൺകുഞ്ഞല്ലെങ്കിൽ ദേവ ചേച്ചി ഇനിയും പ്രസവിക്കുന്നു. അയ്യോ ദേ നീ പോയി പ്രാർത്ഥിക്ക് ഇത് പെണ്ണാവാൻ, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇതിനേക്കാളും വലിയ അക്രമം കാണിക്കും. അയ്യേ അമ്മയുടെ മേൽ മുഴുവൻ മൂത്രം ഒഴിച്ചല്ലേ മോനെ. ഉണ്ണി ഒന്ന് പിടിച്ച്, ഞാൻ ഇപ്പൊ വരാം. ഉറക്കം വന്നിട്ടാ? 60-ാം വയസ്സിലല്ലേ വാശി. നേരെ എടുത്ത് പഠിക്കേ, ഇനി ഇതിന്റെ ഒക്കെ ആവശ്യം വരുമല്ലോ. ഓ ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ. അയ്യോ അപ്പൊ അടുത്ത വിഷു ആവുമ്പോഴേക്ക് ഇതുപോലെ അനിയൻ അല്ല അനിയത്തി. അതന്നെ. അയ്യേ അയ്യോ എന്താ എന്താ അവൻ തൂറി എന്തോ മക്കളെ. ഉണ്ണീഷ്ണ അടുത്ത വിഷു ആവുമ്പോഴേക്കേ ചുമ്മാ ഇങ്ങനെ നിക്കാതെ ഏതെങ്കിലും മാവിന്റെ ഒട്ടി പോയി മേപ്പോട്ടെറി. നല്ല പച്ചമാങ്ങ കിട്ടും. അമ്മേ 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 അമ്മേ. എന്താടാ? പതിവില്ലാതെ ഇപ്പോ എന്താ അത്? ഭീമനോ മറ്റോ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു മാവ് മുഴുവൻ മൂടോടെ പിഴുതോണ്ട് വന്നേനെ. നാട് മുഴുവൻ സദ്യ വെച്ച് നടക്കുന്ന അച്ഛന് വീട്ടിലൊരു സദ്യ ഒരുക്കാൻ ഇതൊരു പെൺകുഞ്ഞായിരിക്കും. അമ്മേ അമ്മേ അമ്മ എന്തിനാ കരയുന്നത്? 4 പേരുടെ മുമ്പിൽ നിങ്ങൾക്ക് നാണക്കേടാ, എനിക്കറിയാം. ഞാനിത് നാട് മുഴുവൻ പറഞ്ഞു നടക്കും. വേറെ ആർക്കും ഇല്ലാത്ത ഈ ഭാഗ്യം. അമ്മയോട് എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നുവാ. എനിക്ക് രാമുവിന്റെ കാര്യം ഓർക്കുമ്പോൾ അയാൾ നമ്മുടെ ആരാ? ആരുമല്ലല്ലോ. പെറ്റ വേറെ പ്രതികാര അതങ്ങനെ വരൂ. ദേ നല്ല പുളിയുള്ള മാങ്ങയാ, ഉപ്പും കൂട്ടി തിന്നാൻ നല്ല രസാ. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ആരെങ്കിലും വന്ന് കണ്ട എല്ലാരെ കൊണ്ടും പറയിക്കാം. എന്ത് തലയിലെഴുത്താ ഇത്? ജീവിച്ചെനിക്ക് മതിയായി, ചത്താ മതി. അടങ്ങ് ദേവു, എന്ത് ഭ്രാന്ത ഇത്? രാമകൃഷ്ണന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അവനില്ലാത്ത ഭാഗ്യം നമുക്കെന്തിന്? ദൈവനിശ്ചയം എങ്ങനെയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഒരുപക്ഷെ അവൻ വളർത്തിക്കൊള്ളുമായിരിക്കും. പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് വളർത്താൻ പണ്ട് ആഗ്രഹിച്ചല്ലേ. എനിക്ക് പെണ്ണിനെയും വേണ്ട ആണിനെയും വേണ്ട.
ഈ ഇരിപ്പി ഭൂമി പടർന്നങ്ങ് പോയാ മതി. എനിക്കും ഉണ്ട് നാണക്കേട് എന്ന് വിചാരിച്ചിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ ആശുപത്രി പോണോ? പോകാം. ഇക്കാലത്ത് ഒരു പാവമൊന്നുമല്ല. ദൈവദോഷം പറയാതെ. നമുക്ക് തന്നത് നമുക്കുള്ളത് തന്നെയാ. നമ്മുടെ ദേവകേ, ദേ രാമകൃഷ്ണൻ. ഞാൻ കണ്ടല്ലോ. എനിക്ക് ആ ഭൂപണയ ബാങ്ക് വരെ ഒന്ന് പോണം. ഞാനേ വേറെ ആരോ വരികയെന്ന് വിചാരിച്ചു. അവളുണ്ടാകത്ത അങ്ങോട്ട് ചെല്ലു നീ. അല്ലെ അങ്ങ് പോകാന്നോ? അല്ല, എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോണം. ദേവകേ, രാമകൃഷ്ണൻ. ഉണ്ണി വിളിച്ച് പറഞ്ഞു. അല്ല, ഞാൻ ഇപ്പൊ വരാം, ഒന്ന് പോയിട്ട് വരാം. ഒന്ന് അഭിനന്ദിക്കാൻ വന്നപ്പോ അങ്ങ് വലിയാന്നോ? അമ്മേ, ഞാനിവിടെ ഉണ്ട്. ഇവിടെ ഒളിച്ചു നിൽക്കാണോ? അമ്മ ഡോക്ടർ വല്ലതും കണ്ടോ? ഇല്ല. എനിക്കറിയാം, നാണക്കേടാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങാതിരുന്നിട്ട് കാര്യമില്ല. ഇപ്പൊ പഴയ കാലമല്ല. പ്രസവമൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡാ. മാസാമാസം ചെക്കപ്പ് നടത്തണം. ടൗണിലെ മെഡിക്കൽ സെന്ററിൽ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്, രമണി, ഗൈനക്കോളജിസ്റ്റാ. ഞാൻ പറയാം, അമ്മ പോയി കാണണം. നിനക്ക് വിഷമം തോന്നുന്നില്ലയോ? എനിക്കറിയില്ല. ഉണ്ണി വിളിച്ച് പറഞ്ഞപ്പോ മനസ്സങ്ങിളകി. ഒന്ന് കാണണമെന്ന് തോന്നി. ഇത് 3 നേരം ഓരോ ടീസ്പൂൺ വെച്ച് കഴിക്കണം. ഇത് രാത്രി മാത്രം കഴിച്ചാൽ മതി. നിർമ്മല അറിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? നിനക്കൊരു സ്വൈര്യവും ഉണ്ടാവില്ല. എല്ലാം ഒരു ശീലമായ പിന്നെ ഒരു പ്രശ്നമില്ല. അമ്മ കഴിക്കാൻ എന്തെങ്കിലും താ, എനിക്കങ്ങ് പോണം. അത് ശരി, ഉണ്ണിയാണോ പറഞ്ഞത്? എന്നാ വിശ്വസിക്കണ്ട. അവൻ വെറുതെ നിന്നെ ഇളക്കാൻ വേണ്ടി. അല്ലെങ്കിൽ അവനത് എന്നെയല്ലേ വിളിച്ച് പറയേണ്ടത്? ഞാൻ വാര്യർ സാറിനെ വിളിച്ചിരുന്നു. അങ്ങനെ എന്ത് പറഞ്ഞു? സത്യ ആണോ? ഛേ, ബാക്കിയുള്ളവന്റെ മുഖത്ത് കരിവാരി തേക്കാൻ വേണ്ടി അവനവന്റെ പ്രായവും മക്കളുടെ പ്രായവും നോക്കാതെ എന്തൊരു വൃത്തികേടായത്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെന്താ വേണ്ടേ? നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണണം. ഞാനോ? കാണാനോ? എന്റെ പട്ടി പോകും. ഞാൻ പറയുന്നത് കേൾക്കൂ. പോണം. പോയാൽ അവിടെ കൊലപാതകം നടക്കും. അത് വേണ്ട. പോണോന്ന് ഞാൻ പറഞ്ഞ പോണം. അതിന് കാര്യമുണ്ട്. എന്തോന്ന്? ഈ സ്റ്റേജിലാവുമ്പോ ചെവിക്ക് ചെവി അറിയാതെ അതങ്ങ് നടക്കും. താനൊന്ന് തെളിച്ച് പറ. അമ്മയോട് ചെന്ന് പറ, അതങ്ങ് അബോർട്ട് ചെയ്ത് കളയാൻ. അത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ നടക്കണം. നടക്കത്തില്ലെങ്കിൽ പറയാൻ പോകരുത്. അവരൊക്കെ പഴയ ആൾക്കാരാ. അബോർഷൻ എന്ന് കേട്ടാ അപ്പൊ വീണ് ചാവും. എങ്കിലും ഒരു കാര്യം ചെയ്യേ. യു ജസ്റ്റ് കിൽ മീ. നിമ്മി, നിമ്മി എന്താ ഇത്? നിനക്ക് ഞാനില്ലേ? അവരെയൊക്കെ നിന്നെ കണക്കാക്കുന്നേ. ലെറ്റ് ദം ഗോ ടു ഹെൽ. വലിയ ഗൗരവത്തിൽ തല ഉയർത്തി അങ്ങനെ നിൽക്കുമ്പോ തുണി ഉരിഞ്ഞു പോയാൽ അങ്ങനെ ഇരിക്കും. ഞാനിപ്പോ ആ പരുവത്തിലാണ്. ഉരിഞ്ഞു പോയ തുണിയെടുത്ത് തലയെ കെട്ടിയങ്ങ് നിന്നു. ഗൗരവം വിടണ്ട. ഈശ്വരൻ വേണ്ടാത്തടത്ത് കയറി ഓരോ ചെയ്ത്തി ചെയ്യുന്നതേ. ഈശ്വരൻ എന്ന് പറഞ്ഞാ ഈശ്വര വിളച്ചേട്ടൻ. എന്റെ ചേട്ടാ, മൂത്ത മോനെ തോപ്പിച്ച് വയസ്സുകാലത്ത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ചിലപ്പോ ഈ കുഞ്ഞ് ജനിക്കുമ്പോ എന്റെ ജാതകം മാറിയേക്കും. പലിശയ്ക്ക് മേൽ പലിശ കയറി മുടിഞ്ഞിരിക്കുകയല്ലേ. ഒരു ദിവസം നേരം വെളുത്തപ്പോ ഇവൻ കയറി അങ്ങ് ഡോക്ടറായൊന്നും അല്ലല്ലോ. വീടും പറമ്പ് ഈട് വെച്ച് പലിശയ്ക്ക് പണം എടുത്തിട്ടാ കഴിവേറ്റിയത്. ഒരു ചില്ലി കാശുണ്ടല്ലോ, തിരിച്ചടച്ചിട്ടില്ല. ജപ്തി നോട്ടീസ് വന്നാ പൊടിയും തട്ടി ഇറങ്ങി കൊടുക്കാൻ നിവൃത്തിയുള്ളൂ. അറിയോ, അവനെ റാഞ്ചി കൊണ്ടുപോയപ്പോ സ്ത്രീധനമായിട്ട് എന്ത് വാങ്ങാത്തല്ലേ കൊടുത്തത്? വേണ്ട. എന്തിനാ മലന്ന് കിടന്ന് മേലോട്ട് തൂക്കുന്നേ? ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഇളയവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്ക്. മൂത്തവന്റെ കാര്യത്തിൽ പറ്റിയതുപോലെ പറ്റരുത്. നല്ല സ്ത്രീധനം വാങ്ങിച്ച് കടം വീട്ടാൻ നോക്കാം. ചുമ്മാ അല്ലല്ലോ, എവന്റെ കാര്യത്തിൽ നമ്മൾ കുറെ മുടക്കിയതല്ലേ. എന്തായാലും ഇത്രയായി. ഇനി പ്രസവം കഴിഞ്ഞിട്ടാട്ടെ. പിന്നെ വരുന്നു. അതെ, പ്രസവത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ഇവിടുത്തെ വാരസൻ അറിയണ്ട. ഉള്ള 2-3 മക്കളങ്ങ് ബഹറിലും ദുബായിലും അവിടെ ഇവിടെയൊക്കെ ആണല്ലോ. ഇവിടെ ഞങ്ങളുടെ ഒരു മാത്രമല്ലേ ഉള്ളൂ.
ഇപ്പോ ദേവകമ്മയുടെ പ്രശ്നം അറിയുമ്പോ എനിക്കും കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ് ഇവിടെ തുടങ്ങിയാൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ എനിക്ക് ഹെഡ് മാസ്റ്റർ ആണെന്നും പറഞ്ഞ് സ്കൂളില് കാലുമേ കാലും കെട്ടിരിക്കാവുകയല്ല. എന്താ ഉണ്ണി ഇത്? എവിടേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നത്? വന്നേ. എന്താ ഇത്? ആ, കണ്ട. ഏ, എങ്ങനെയുണ്ട്? അച്ചപ്പം, മുറുക്ക്, ലഡു, ഉണ്ണിയപ്പം, ദാ പിന്നെ ഉണ്ണിമധുരം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. എന്നെ എന്തിനാടാ ഉണ്ണി ഇങ്ങനെ കളിയാക്കുന്നത്? ഇതിന്റെ ആള് ഞാനൊന്നും അല്ല. ദേണ്ട നിൽക്കുന്നു. ആഹാ, അയ്യോ ചുമ്മാതാ, ഈ ഉണ്ണിയുടെ വേലയാ. ആ. വല്ല കാര്യമുണ്ടോ? ഉണ്ട്. വയറ് കാണാന്നൊരു ചടങ്ങില്ലേ, അതിനു വേണ്ടി വന്നതാ. മീരാബായി മുഖത്ത് നോക്കി നിൽക്കാതെ വയറിലോട്ട് നോക്ക്. എന്റെ അല്ല, ഉണ്ണിയുടെ. എന്റെ അല്ല, മുഴുവൻ പറയട്ടെ, ഉണ്ണിയുടെ അമ്മയുടെ. അമ്മ അങ്ങോട്ട് തിരിഞ്ഞു നീ ഇങ്ങി വാ കുട്ടി.